നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. അർഹതപ്പെട്ട 5 കുടുംബങ്ങൾക്ക് വീടൊരുക്കി ഒറ്റപ്പാലം നഗരസഭ. താക്കോൽദാനം ഈ മാസം 28-ന് നടക്കും. ഒറ്റപ്പാലം നഗരസഭയിലെ ഭവനരഹിതരായ 5 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി. വീടിന്റെ താക്കോൽദാനം കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ ഈ മാസം 28-ന് നിർവഹിക്കും. ഒറ്റപ്പാലം നഗരസഭയിലെ 11-ാം വാർഡിലെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ 10 സെന്റ് സ്ഥലത്താണ് 5 കുടുംബങ്ങൾക്കുള്ള വീടൊരുങ്ങിയത്. നഗരസഭ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപയും പിന്നീട് 15 ലക്ഷം രൂപയും വകയിരുത്തിയാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചത്. ചുറ്റുമതിൽ നിർമ്മാണം, ഇന്റർലോക്ക് വിരിക്കൽ എന്നീ പ്രവർത്തികളടക്കം പൂർത്തീകരിച്ചു. ലഭ്യമായ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി മുൻഗണനാ പ്രകാരം ഗുണഭോക്താക്കളെ കണ്ടെത്തി കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ 5 കുടുംബങ്ങൾക്കും മന്ത്രി അബ്ദുൾ റഹ്മാൻ 28-ന് നടക്കുന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. അങ്ങനെ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നഗരസഭ ആ 10 സെന്റ് സ്ഥലത്ത് 5 വീടുകൾ പണി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപയും പിന്നീട് 15 ലക്ഷം രൂപ അതിൻ്റെ ചുറ്റുമതിൽ ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള പ്രവൃത്തി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ 5 വീടുകളുടെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്വീകരിച്ചു. ലഭ്യമായ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് കൗൺസിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗം അത് അംഗീകരിച്ചു. 5 ഗുണഭോക്താക്കളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ 5 ഗുണഭോക്താക്കൾക്കും കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ ഈ മാസം 28-ാം തീയതി രാവിലെ 11:30-ന് പാലപ്പുറത്ത് വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് താക്കോൽ കൈമാറണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വീടും സ്ഥലവുമില്ലാത്ത 5 പട്ടികജാതി കുടുംബങ്ങൾ വീടും സ്ഥലവുമുള്ളവരായി മാറാൻ വേണ്ടി പോകുന്നു. ഒറ്റപ്പാലം നഗരസഭ ഏറ്റവും മികച്ച വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന കാര്യത്തിൽ, ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത കാര്യത്തിൽ, ട്രാൻസ്ജെൻഡർ യുവതിക്ക് വീട് കൊടുത്ത കാര്യത്തിൽ ഇന്ന് ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി അവസരത്തിൽ അറിയിക്കുക.